നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാന്റെ പാലങ്ങളും വിമാനത്താവളങ്ങളും തവിട് പൊടിയാക്കി അമേരിക്കൻ സംഹാരം. ഇതോടെ വെറി പിടിച്ച IRGC അറബ് രാജ്യങ്ങൾക്ക് നേരെ തിരിച്ചടിക്കുന്നു. ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയിട്ടും US-ന് കുലുക്കമില്ലാത്തതോടെ ജോർദാനിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്. തങ്ങൾ ജോർദാൻ വളഞ്ഞുവെന്നും രാത്രിക്ക് രാത്രി ജോർദാനിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ചാരമാക്കുമെന്നുമാണ് വെല്ലുവിളി. ജോർദാനിലുള്ള US താവളങ്ങളിലെ സൈനിക വിമാനങ്ങൾ തകർത്തുവെന്നും IRGC അവകാശപ്പെട്ടു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും ഇറാൻ സൈന്യം പുറത്തുവിട്ടു. ജോർദാനിൽ ആക്രമണം തുടങ്ങിയതോടെ അമേരിക്കൻ സൈന്യത്തെ കൂടുതൽ ജോർദാനിൽ ഇറക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പെന്റഗൺ നടത്തുന്നത്. അമേരിക്ക നേരിട്ടാണ് ആക്രമിക്കുന്നത്. അറബ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഇറാൻ നിർത്തിയിട്ട് നട്ടെല്ലുണ്ടെങ്കിൽ നേർക്ക് നേർ വരൂ എന്നാണ് IRGCയെ വെല്ലുവിളിച്ചുകൊണ്ട് പെന്റഗൺ പറഞ്ഞിരിക്കുന്നത്. അറബ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണം വെറും ഭീരുത്വമാണ്. അമേരിക്കയെ സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കം. എന്ത് സമ്മർദ്ദം ഉണ്ടായാലും ഇറാന്റെ കാര്യത്തിൽ US ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് നടപ്പാക്കിയേ ഇനി മടങ്ങുവെന്നാണ് വൈറ്റ് ഹൗസിന്റെ മറുപടി. ജോർദാനിൽ ഇറാൻ ആക്രമണം നടന്നുവെന്ന് പാശ്ചാത്യ മാധ്യമങ്ങളിലും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. US-ന്റെ അഭിമാനമായ വിമാനങ്ങൾക്ക് ഞങ്ങൾ തീയിട്ടു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കി. തങ്ങളുടെ രാജ്യത്ത് US നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 8 പേർ കൊല്ലപ്പെട്ടതിലുള്ള പ്രതികാരമായിട്ടാണ് ഈ തിരിച്ചടിയെന്നാണ് ഇറാൻ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. ജോർദാനിൽ നിലയുറപ്പിച്ച അമേരിക്കൻ വ്യോമസേനയുടെ പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും തകർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളും ഫൈറ്റർ ജെറ്റുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന സൂചനയും വരുന്നുണ്ട്. ജോർദാനിലെ അൽ അസ്രഖ് എയർബേസ് ലക്ഷ്യമാക്കിയായിരുന്നു ഇറാന്റെ ആക്രമണമെന്നാണ് സൂചന. US-ന്റെ F-15, F-16, F-35 തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ ഹാങ്ങറുകൾക്ക് നേരെയാണ് തങ്ങൾ പ്രഹരമേൽപ്പിച്ചതെന്ന് ഇറാൻ സൈനിക വൃത്തങ്ങൾ വാർത്താ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിലെ വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങൾക്കുള്ള ശക്തമായ തിരിച്ചടിയാണിതെന്നും IRGC കൂട്ടിച്ചേർത്തു. എന്നാൽ ഇറാന്റെ അവകാശവാദങ്ങൾ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടില്ല. തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചെത്തിയ ഇറാന്റെ ഒട്ടനവധി മിസൈലുകളെയും ഡ്രോണുകളെയും വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് വെടിവെച്ചിട്ടതായി ജോർദാൻ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലി സമാധാന കരാർ ഉപേക്ഷിച്ചു തുടങ്ങിയ ഏറ്റുമുട്ടലാണ് പുതിയ തലത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. തങ്ങളുടെ രാജ്യത്തുള്ള അക്രമകാരികളായ അമേരിക്കക്കാരുടെ താൽപര്യങ്ങൾ ലക്ഷ്യമിടാൻ ജോർദാനിലെ ജനങ്ങളോട് ഇറാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതായത് ജോർദാന്റെ മണ്ണിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ അവിടുത്തെ ജനങ്ങൾ അടിച്ചോടിക്കണം എന്നാണ് IRGC ആഹ്വാനമിട്ടിരിക്കുന്നത്. ഇറാന്റെ തസ്നീം ന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ജോർദാനിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാന്റെ പുതിയ തരം ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചു എന്നാണ് വിവരം. സംഘർഷം മേഖലയിൽ കൂടുതൽ വ്യാപിക്കുമെന്ന ഭീതിയിലാണ് നിലവിൽ അന്താരാഷ്ട്ര സമൂഹം ഉള്ളത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് ഉയർന്നതോടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളായ ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങൾ അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാക്കിയിരിക്കുകയാണ്. ഇരു കൂട്ടരും തമ്മിലുള്ള സമാധാന ചർച്ചകളുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ടാണ് പുതിയ ആക്രമണങ്ങൾ അത് ഒരു ഘോര യുദ്ധത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, ജോർദാൻ, UAE എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. കുവൈറ്റിലെ US ആർമി വെയർഹൌസിന് നേരെ ഇറാനിയൻ ഡ്രോൺ ആക്രമണം നടത്തുന്നതിന്റെ വീഡിയോയും ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് അറബ് മണ്ണിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുമ്പോൾ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളിക്കളയുകയാണ് അമേരിക്ക ചെയ്യുന്നത്. മാധ്യമങ്ങൾക്ക് മുൻപിൽ ഇറാൻ വെറും ഉമ്മാക്കി കാണിക്കുകയാണ്, ഓലപ്പാമ്പ് കാണിക്കുകയാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആക്രമണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് IRGC പുറത്തുവിടുന്നത്. ഇത് അമേരിക്കയ്ക്കുള്ള മറുപടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ പുറത്തേക്ക് വിടുന്നതും. കഴിഞ്ഞ ആഴ്ച ബഹ്റൈനിലെയും ഖത്തറിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ ഇറാന്റെ തസ്നീം ന്യൂസ് ഏജൻസി പുറത്തുവിട്ടിരുന്നു. ഖത്തറിലെ അൽ ഉദൈദ് താവളത്തിന് നേരെ നടത്തിയ ആക്രമണത്തിന്റെ വീഡിയോയിൽ യുദ്ധവിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തുന്ന കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചതായി വ്യക്തമാകുന്നുണ്ട്. എന്നാൽ വിഷയത്തിൽ അമേരിക്ക ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല.
തസ്നീം പുറത്തുവിട്ട മറ്റൊരു വീഡിയോയിൽ ബഹ്റൈനിലെ US 5th ഫ്ലീറ്റ് ഡ്രോൺ സെന്ററിന് സംഭവിച്ച നാശനഷ്ടങ്ങളും കാണിക്കുന്നുണ്ട്. ഇവിടുത്തെ ഡ്രോൺ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിനാണ് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. മേഖലയിലെ അമേരിക്കൻ കടന്നുകയറ്റത്തിനുള്ള മറുപടിയാണ് ഈ ആക്രമണങ്ങളെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് തിരിച്ചടിക്കുന്നു. ഇറാൻ അതിശക്തമായ ആക്രമണം അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തുമ്പോൾ തിരിച്ച് അതിലും വലിയ ആക്രമണമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ സകല മേഖലകളിലും കയറി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ സൈന്യം. ഇസ്രയേൽ ഒരവസരത്തിന് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഇസ്രയേൽ ഇറങ്ങേണ്ടതില്ല എന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ഇങ്ങനെ സഹികെട്ട് നിൽക്കുകയാണ്, യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ കഴിയാതെ. തങ്ങളുടെ പരമാധികാരത്തിൽ കടന്നു കയറുന്ന ഇറാൻ സർവ്വസീമകളും ലംഘിക്കുന്നു. ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന് ജോർദാന്റെ മറുപടി. അമേരിക്കൻ താവളങ്ങൾക്ക് വഴി തുറന്നുകൊടുത്ത അറബ് രാജ്യങ്ങളോട് കട്ടക്കലിപ്പിലാണ് ഇറാൻ. ഇറാന് ചുറ്റുമുള്ള മിക്കവാറും ഇസ്ലാമിക രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനിക താവളങ്ങളുണ്ട്. ഇറാനെ നിരീക്ഷിക്കുന്നതിനും ശത്രുത മൂത്താൽ കയറി അടിക്കാനും വേണ്ടിയാണ് US അറബ് മണ്ണിൽ സൈനിക താവളം തുടങ്ങി ഒരു പിടിയിട്ടത്. കാലങ്ങളായി ഇറാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അറബ് മണ്ണിലെ US സൈനിക താവളങ്ങൾ പൊളിക്കണമെന്നാണ്. ജോർദാനിലെയും കുവൈറ്റിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ നീക്കം ചെയ്യണമെന്ന് റവല്യൂഷണറി ഗാർഡ് ഈ യുദ്ധം തുടങ്ങിയത് മുതൽ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. ജോർദാനിലെ അസ്രഖ് വ്യോമത്താവളത്തിൽ തങ്ങൾ വീണ്ടും ആക്രമണം നടത്തിയെന്ന് അവകാശപ്പെട്ടതിന് പിന്നാലെയായിരുന്നു IRGC അറബ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി രംഗത്തേക്ക് വന്നത്. മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളോട് തങ്ങൾക്ക് ശത്രുതയില്ല എന്നും മറിച്ച് സ്നേഹമാണെന്നും IRGC വ്യക്തമാക്കി. എന്നാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്ക ഈ താവളങ്ങൾ ഉപയോഗിക്കുന്നതിലാണ് ഇവിടങ്ങളിലെ കേന്ദ്രങ്ങളിലേക്ക് തങ്ങൾക്ക് പ്രത്യാക്രമണം നടത്തേണ്ടി വരുന്നത് എന്ന് IRGC വിശദീകരിച്ചു. മിനാബ് സ്കൂളിലെ ആക്രമണത്തിൽ 186 കുട്ടികൾ കൊല്ലപ്പെട്ട സംഭവം പരാമർശിച്ചുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിലെ വ്യോമത്താവളങ്ങൾ അമേരിക്ക ദുരുപയോഗം ചെയ്യുകയാണെന്ന് IRGC പ്രസ്താവന ഇറക്കിയത്. ജോർദാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പലസ്തീൻ ജനത നേരിടുന്ന ദുരിതങ്ങളും അനീതിയും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നവരാണ് ജോർദാനിലെ ജനങ്ങളെന്ന് IRGC പറഞ്ഞു. അതുകൊണ്ട് അമേരിക്കൻ സൈനിക താവളങ്ങൾ ജോർദാൻ വിട്ടു പോകാൻ ജനങ്ങൾ സമ്മർദ്ദം ചെലുത്തണമെന്നും അങ്ങനെ ചെയ്താൽ പലസ്തീൻ ജനതയെ രക്ഷിക്കാനും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും വലിയൊരു സംഭാവന നൽകാൻ സാധിക്കുമെന്നും IRGC ആഹ്വാനം ചെയ്തു. കുവൈറ്റിലും സമാനമായ രീതിയിൽ US സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാനും അമേരിക്കൻ അധിനിവേശകരുടെ താവളങ്ങളിൽ നിന്ന് ഇസ്ലാമിക ഭൂമിയെ മോചിപ്പിക്കാനും IRGC ആവശ്യപ്പെട്ടത്. കൂടാതെ ഇറാന് നേരെ ആക്രമണം തുടർന്നാൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള പ്രത്യാക്രമണങ്ങൾ ഇനിയും തുടരുമെന്നാണ് IRGC വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് അറബ് മണ്ണിലാണ് US-ന്റെ സൈനിക താവളങ്ങൾ ഉള്ളതെന്നും ഈ താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ അറബ് മണ്ണിലേക്ക് ഞങ്ങളുടെ മിസൈലുകൾ പ്രവേശിക്കും എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇറാൻ ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. മേഖലയിലെ US സൈനിക സാന്നിധ്യം സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും അതിനാൽ US സേനയെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ ജനങ്ങൾ ഇറങ്ങണമെന്നുമാണ് ഇറാൻ ഇപ്പോൾ അറബ് രാജ്യങ്ങളിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അറബ് രാജ്യങ്ങളിലുള്ള സൈനിക താവളങ്ങൾ, അതായത് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ എല്ലാ കാലത്തും ഇറാന് ഭീഷണി തന്നെയാണ്. അതായത് ഇറാൻ അവരുടെ മേഖലയിൽ പ്രോക്സികളെയാണ് ഇറക്കിയിരിക്കുന്നത്. ഭീകര ഗ്രൂപ്പുകളെ, ഹിസ്ബുള്ള, ഹമാസ്, ഹൂതി, അങ്ങനെ ഒരു കൂട്ടം സംഘം, ഇറാഖിലെയും സിറിയയിലെയും മിലീഷ്യകൾ, അങ്ങനെ ഒരു പ്രോക്സി സംഘത്തെ തന്നെ അവിടെ പടുത്തുയർത്തിയിട്ടുണ്ട്. ഈ പ്രോക്സി സംഘത്തിനും ഇറാനും വലിയ ഭീഷണി ഈ അമേരിക്കൻ സൈനിക താവളങ്ങൾ തന്നെയാണ്. പല രാജ്യങ്ങളിലായി നിരവധി വ്യോമ താവളങ്ങളുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. വാഷിംഗ്ടൺ DC-യിലുള്ള അമേരിക്കൻ സർവകലാശാലയിലെ രാഷ്ട്രീയ നരവംശാസ്ത്ര പ്രൊഫസറായ ഡേവിഡ് വൈനിന്റെ അഭിപ്രായത്തിൽ 2021 ജൂലൈ വരെ US-ന് കുറഞ്ഞത് 80 രാജ്യങ്ങളിലായി ഏകദേശം 750 സൈനിക താവളങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. ജപ്പാനിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ US താവളങ്ങൾ ഉള്ളത്. 180 ജപ്പാനിലെ US താവളങ്ങളുടെ എണ്ണം. രണ്ടാമത് ജർമ്മനിയാണ്. ജർമ്മനിയിൽ 119 US വ്യോമ താവളങ്ങളുണ്ട്. പിന്നാലെ ദക്ഷിണ കൊറിയയുമുണ്ട്. ദക്ഷിണ കൊറിയയിൽ 73 US താവളങ്ങളാണ് ഉള്ളത്. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് ഇറാൻ മറുപടി നൽകാൻ തുടങ്ങിയ ഈ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെക്കുറിച്ച് വലിയൊരു ചർച്ച തന്നെ ഇപ്പോൾ ഉയരുന്നുണ്ട്. കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസിന്റെ കണക്കനുസരിച്ച് 2025 ജൂൺ വരെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഏകദേശം 40,000 US സൈനികരുണ്ട് എന്നാണ് കണക്ക്. എന്നാൽ സൈനികർ ഭൂരിഭാഗമുള്ളത് കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുകളിലാണെന്ന് US പ്രതിരോധ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നുണ്ട്. ബഹ്റൈൻ, ഈജിപ്ത്, ഇറാഖ്, ഇസ്രയേൽ, ജോർദാൻ, കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ, സിറിയ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങളിൽ
കുറഞ്ഞത് 19 സ്ഥലങ്ങളിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 8 എണ്ണം സ്ഥിര സൈനിക കേന്ദ്രങ്ങളാണെന്ന് പ്രാദേശിക വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ലെബനൻ പ്രതിസന്ധി സമയത്ത് ബെയ്റൂട്ടിലേക്ക് സൈനികരെ അയച്ചതിന് പിന്നാലെയാണ് മിഡിൽ ഈസ്റ്റിലേക്ക് US ആദ്യമായി സൈന്യത്തെ വിന്യസിച്ചത്. 1958 ജൂലൈയിലാണ് ആദ്യത്തെ സൈനിക കേന്ദ്രം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ അമേരിക്ക സ്ഥാപിച്ചത്. ബഹ്റൈൻ 8300 ഉദ്യോഗസ്ഥരുള്ള US 5th ഫ്ലീറ്റിന്റെ ആസ്ഥാനമാണ് ഇവിടം. USന്റെ പ്രധാന നാവിക കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് ഗൾഫ്, ചെങ്കടൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ചില ഭാഗങ്ങൾ, അറേബ്യൻ കടൽ എന്നിവിടങ്ങളിലാണ്. ഇനി ഖത്തർ. US സെൻട്രൽ കമാൻഡിന്റെ മുൻ ആസ്ഥാനമായ അൽ ഉദൈദ് വ്യോമതാവളം ദോഹയ്ക്കടുത്തായുള്ള മരുഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 24 ഹെക്ടർ വിസ്തൃതിയിലാണ് ഈ വ്യോമതാവളം വ്യാപിച്ചു കിടക്കുന്നത്. ഈജിപ്തിന്റെ പടിഞ്ഞാറ് മുതൽ കസാക്കിസ്ഥാന്റെ കിഴക്ക് വരെ വ്യാപിച്ചു കിടക്കുന്ന ചില പ്രദേശങ്ങളിൽ USന്റെ സൈനിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ US ബേസിൽ ഏകദേശം 10,000 സൈനികരുണ്ടെന്നാണ് കണക്ക്. കുവൈറ്റ്. US സൈനിക കേന്ദ്രങ്ങൾ കൂടുതലായും സ്ഥിതി ചെയ്യുന്നത് ഇറാഖ് അതിർത്തിയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെയുള്ള ഒറ്റപ്പെട്ടതും പരുക്കനുമായ ദ റോക്ക് എന്നറിയപ്പെടുന്ന പ്രദേശത്താണ്. US ആർമി സെൻട്രലിന്റെ മുൻ ആസ്ഥാനമായ ക്യാമ്പ് അരിഫ്ജാൻ അടക്കം കുവൈറ്റിലെ നിരവധി സൈനിക കേന്ദ്രങ്ങൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. കുവൈറ്റിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലുള്ള US സൈനികർക്കുള്ള ഒരു സ്റ്റേജിംഗ് പോസ്റ്റാണ് ക്യാമ്പ് ബ്യൂറിംഗ്. 2003 ഇറാഖ് യുദ്ധകാലത്താണ് ഇത് സ്ഥാപിതമായത്. ഇറാഖിലേക്കും സിറിയയിലേക്കും വിന്യസിക്കുന്ന US ആർമി യൂണിറ്റുകൾക്ക് സഹായം നൽകുന്നതിനാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് US ആർമി വെബ്സൈറ്റ് പറയുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. UAEയുടെ തലസ്ഥാനമായ അബുദാബിയിലാണ് അമേരിക്കയുടെ നിർണായക വ്യോമസേനാ കേന്ദ്രമായ അൽ ദഫ്ര വ്യോമതാവളം സ്ഥിതി ചെയ്യുന്നത്. UAEയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ വ്യോമതാവളം UAE വ്യോമസേനയുമായും ബന്ധം നിലനിർത്തുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ പ്രധാന ദൗത്യങ്ങളും മേഖലയിലുടനീളം രഹസ്യാന്വേഷണങ്ങളും പിന്തുണയ്ക്കുന്ന പ്രധാന US വ്യോമസേനാ കേന്ദ്രമാണിത്. US വ്യോമസേന സെൻട്രൽ കമാൻഡ് പ്രകാരം ദുബായിലെ ജബൽ അലി തുറമുഖം ഒരു ഔദ്യോഗിക സൈനിക താവളമല്ലെങ്കിലും പശ്ചിമേഷ്യയിലെ US നാവികസേനയുടെ ഏറ്റവും വലിയ തുറമുഖമാണിത്. USന്റെ വിമാനവാഹിനി കപ്പലുകളും മറ്റ് കപ്പലുകളും പതിവായി ഇവിടെ കാണാറുണ്ട്. ഇറാഖ്. പടിഞ്ഞാറൻ അൻബാർ പ്രവിശ്യയിലെ ഐൻ അൽ അസദ് വ്യോമത്താവളത്തിൽ USന്റെ സൈനിക സാന്നിധ്യമുണ്ട്. വൈറ്റ് ഹൗസിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം ഇറാഖ് സുരക്ഷാ സേനയെ പിന്തുണയ്ക്കുന്നതിനും നാറ്റോ ദൗത്യങ്ങൾക്ക് സംഭാവന നൽകുന്നതിനുമാണ് ഇവിടെ സൈന്യത്തെ നിലനിർത്തുന്നത്. ഇറാനിയൻ ജനറൽ ഖാസിം സുലൈമാനിയെ US കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി 2020 ഈ താവളം ലക്ഷ്യം വെച്ച് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. വടക്കൻ ഇറാഖിലെ അർദ്ധ സ്വയം ഭരണാധികാരമുള്ള കുർദിസ്ഥാൻ മേഖലയിലാണ് എൽബിൻ എയർബേസ് സ്ഥിതി ചെയ്യുന്നത്. USന്റെയും സഖ്യസേനകളുടെയും യുദ്ധ അഭ്യാസങ്ങളും പരിശീലനങ്ങളും നടക്കുന്ന കേന്ദ്രമാണിത്. കോൺഗ്രസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് വടക്കൻ ഇറാഖിൽ സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രത്തിൽ അമേരിക്കൻ സൈന്യം പരിശീലനം, രഹസ്യാന്വേഷണം, സൈനിക വിന്യാസത്തിന്റെ ഏകോപനം എന്നിവ നടത്തിവരുന്നു. സൗദി അറേബ്യ. വൈറ്റ് ഹൗസ് റിപ്പോർട്ട് പ്രകാരം 2024 സൗദി അറേബ്യയിൽ ഏകദേശം 2321 US സൈനികരുണ്ട്. സൗദി സർക്കാരുമായി സഹകരിച്ചാണ് ഇവിടുത്തെ സൈനിക കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ കേന്ദ്രങ്ങൾ പ്രധാനമായും US സൈന്യത്തിന്റെ വ്യോമ മിസൈൽ പ്രതിരോധ ശേഷിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. കൂടാതെ US സൈനിക വിമാനങ്ങളുടെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. USന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സഹായം നൽകുന്ന പ്രിൻസ് സുൽത്താൻ വ്യോമത്താവളം റിയാദിന്റെ തെക്ക് ഭാഗത്തായി 60 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു. ജോർദാൻ. തലസ്ഥാനമായ അമ്മാനിൽ നിന്ന് 100 കിലോമീറ്റർ വടക്ക് കിഴക്കായി അസ്രാഖിലാണ് മുവാഫാഖ് അൽ സാൾട്ടി എയർ ബേസ് സ്ഥിതി ചെയ്യുന്നത്. ലെവന്റിലുടനീളം ദൗത്യങ്ങളിൽ ഏർപ്പെടുന്ന US എയർഫോഴ്സ് സെൻട്രലിന്റെ 332ാമത് എയർ എക്സ്പെൻഡേഷണറി വിംഗ് പ്രവർത്തിക്കുന്നത് ഇവിടെയാണെന്ന് 2024 ലൈബ്രറി ഓഫ് കോൺഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നു. സിറിയ, ഇറാഖ്, ജോർദാൻ എന്നിവയുടെ ത്രിരാഷ്ട്ര അതിർത്തിയിലാണ് അൽടാൻഫ് ഗാരിസൺ സ്ഥിതി ചെയ്യുന്നത്. അൽടാൻഫിന് വെറും 12 മൈൽ തെക്കായിട്ടാണ് 2024 ജനുവരിയിൽ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടത്. ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയിലേക്കുള്ള ഇറാന്റെ കരമാർഗത്തെ ഇത് തടസ്സപ്പെടുത്തുന്നു. കൂടാതെ ഇറാൻ US സംഘർഷങ്ങളിൽ ഇതൊരു പതിവ് സംഘർഷ കേന്ദ്രവുമാണ്. അങ്ങനെ അറബ് മണ്ണിൽ ഉടനീളം
ശക്തമായ വല വിരിച്ചിട്ടുണ്ട് ഈ സൈനിക താവളങ്ങളിലൂടെ അമേരിക്ക. ഇതെല്ലാ കാലത്തും ഇറാന് വലിയ ഭീഷണിയാണ്, ഇറാന്റെ പ്രോക്സിക്കും. ഇറാനെ കയറിയടിക്കാൻ ഈ മേഖലകളിലൂടെ അമേരിക്കയ്ക്ക് ഏറ്റവും എളുപ്പത്തിൽ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അറബ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ഇങ്ങനെ നിരന്തരം ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നതും. എന്തായാലും ജോർദാനിൽ നടത്തിയ ആക്രമണത്തിന് മറുപടി ഉണ്ടാകുമെന്ന് ഇപ്പോൾ ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ജോർദാനിലേക്ക് കൂടുതൽ സൈന്യത്തെ ഇറക്കാനുള്ള ഒരു നീക്കവും ഇപ്പോൾ പെന്റഗൺ തുടങ്ങിയിരിക്കുകയാണ്. ഇറാനെ വരിഞ്ഞു മുറുക്കുക, അതായത് ഇറാന്റെ ചുറ്റും കിടക്കുന്ന ശത്രുക്കളെ അവരെ ഒരുമിപ്പിച്ച് ഇറാനെ വരിഞ്ഞു മുറുക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് അമേരിക്ക കടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.